ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഒരു മെഡിറ്റേഷൻ ടെക്നിക് ആണ് നിങ്ങളോട് പറയുന്നത്. ചില ബ്രീത്തിങ് ടെക്നിക്സും പറയുന്നുണ്ട്. അതിന് മുന്നേ ആയിട്ട് നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ചെയ്യാം. ഉള്ളതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു ബ്രീത്തിങ് ടെക്നിക്കിലേക്ക് കടക്കാം. രാവിലെ എണീറ്റ ഉടനെയും രാത്രി കിടക്കാൻ നേരവും ഈ മെഡിറ്റേഷൻ ബ്രീത്തിങ് ടെക്നിക്സ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓരോ ദിവസവും നമുക്ക് ഊർജത്തോടെ പ്രവർത്തിക്കാനും രാത്രി മികച്ച ഉറക്കത്തിനായിട്ടും ഈ മെഡിറ്റേഷൻ ബ്രീത്തിങ് ടെക്നിക്സ് നിങ്ങളെ സഹായിക്കുന്നതാണ്. കസേരയിൽ ശാന്തമായിരിക്കുകയോ നിലത്ത് ചമ്രം പടിഞ്ഞിരിക്കുകയോ ചെയ്യാം. നമുക്കുള്ളതിനെപ്പറ്റി നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നമുക്കുള്ള ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, ഇപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്നു, നമ്മുടെ ഈ ശരീരം, ഇതൊക്കെ നമുക്ക് തന്നിട്ടുള്ള ഈ പ്രകൃതി ശക്തി, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയോട് നമ്മൾക്ക് നന്ദി പറയാവുന്നതാണ്. നമ്മുടെ ഭക്ഷണം, നമുക്ക് കഴിക്കാൻ കിട്ടുന്ന ഭക്ഷണം, വെള്ളം, നമുക്ക് ചെറിയൊരു പാർപ്പിടം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള വാഹനങ്ങളുണ്ടെങ്കിൽ അത്, ഇത്തരത്തിലുള്ള നമുക്കുള്ള സൗകര്യങ്ങൾ, അവയെക്കുറിച്ച് നമുക്ക് നന്ദി പറയാം, നന്ദിയോടെ ഓർക്കാം. ഇവയൊന്നും ഇല്ലാത്ത ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് നമ്മൾ അറിയുക. നമ്മളതിനെ പോസിറ്റീവായിട്ട് കാണുക. നമുക്ക് കിട്ടുന്ന ഈ സൗകര്യങ്ങൾ അതില്ലാത്ത ഒരുപാട് കോടിക്കണക്കിന് ആളുകൾ നമ്മുടെ ഈ രാജ്യത്തുണ്ട്, അല്ലെങ്കിൽ ലോകത്തുണ്ട്. അപ്പോൾ നമുക്ക് നന്ദിയോടെ നമ്മളെക്കുറിച്ച് ഓർക്കാം. ശ്വാസം സാധാരണ രീതിയിൽ വരുന്നു, പോകുന്നു. ഇന്ന് രാവിലെ എനിക്ക് ഭക്ഷണം ലഭിച്ചു, ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിച്ചു. അതൊന്നും ഇല്ലാത്ത ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. ഉള്ളതിനെ ഓർത്ത് ദുഃഖിക്കാതെ നന്ദിയോടെ ഇരിക്കുക. റെസ്പെക്റ്റ് യുവർ ഓൺ ബോഡി ആൻഡ് മൈൻഡ്. ആദ്യത്തെ ബ്രീത്തിങ് ടെക്നിക്കിലേക്ക് കടക്കാം. ഇതിനെ നമുക്ക് യോഗിക് ബ്രീത്തിങ് ടെക്നിക്ക് എന്ന് പറയാം. നിങ്ങളുടെ ഇടത് കൈ നെഞ്ചിൻ്റെ മുകളിലും വലത് കൈ വയറിൻ്റെ മുകളിലുമായിട്ട് വയ്ക്കാവുന്നതാണ്. ശ്വാസം ആഴത്തിൽ മൂക്കിലൂടെ ഉള്ളിലേക്കെടുക്കാവുന്നതാണ്. ആ സമയം നെഞ്ചും വയറിൻ്റെ ഭാഗവും ഉയരുകയും ശ്വാസം പുറത്തേക്ക് വിടാവുന്നതാണ്. ആ സമയം നെഞ്ചും വയറിൻ്റെ ഭാഗവും താഴേക്ക് വരികയും ചെയ്യുന്നു. ഇത്തരത്തിൽ ശ്വാസം മൂക്കിലൂടെ ആഴത്തിൽ ഉള്ളിലേക്കെടുക്കുക. നിങ്ങളുടെ ഇടത് കൈ നെഞ്ചിൻ്റെ മുകളിലും വലത് കൈ വയറിൻ്റെ ഭാഗത്തുമായിട്ട് വയ്ക്കുക. ശ്വാസം ഉള്ളിലേക്കെടുക്കുക. ആ സമയത്ത് വയറും നെഞ്ചിൻ്റെ ഭാഗവും ഉയരുകയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറും നെഞ്ചിൻ്റെ ഭാഗവും താഴുകയും ചെയ്യുന്നതായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇതിനെ നമുക്ക് യോഗിക് പോസ് ബ്രീത്തിങ് എന്ന് വിളിക്കാവുന്നതാണ്. നമ്മുടെ ലങ്സിൻ്റെ 30% മാത്രമേ ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതായത് നമ്മൾ എന്തെങ്കിലും ടെൻഷനൊക്കെ വരുന്ന സമയത്ത് ശ്വാസം വളരെ കുറച്ച് മാത്രമേ നമ്മുടെ ശരീരത്തിലേക്ക് എടുക്കുന്നുള്ളൂ. അത് നമ്മളൊരു 30% പറയാം. പെട്ടെന്ന് ശ്വാസം എടുക്കുകയും പുറത്തു വിടുകയും ചെയ്യുന്നു. ഈ സമയത്ത് നമ്മുടെ ടിഷ്യൂസിന്, നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ലഭിക്കാത്ത ഒരവസ്ഥയിലാണ് വരുന്നത്. അതുകൊണ്ട് ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കോശങ്ങളിലേക്കും ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കാൻ സഹായിക്കുന്നു. അടുത്തത് നമുക്ക് ക്യാൻഡിൽ ഫ്ലോ ബ്രീത്തിങ് ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ്. ശ്വാസം മൂക്കിലൂടെ ഉള്ളിലേക്കെടുത്ത് വായ ഒരു ശൂളമടിക്കുന്ന രീതിയിൽ, ഒരു മെഴുകുതിരി നമ്മൾ ഊതിക്കെടുത്തുന്ന രീതിയിൽ വായ കൊണ്ടുപോയി ശ്വാസം പുറത്തേക്ക് വിടുന്നതാണ്. ശ്വാസം മൂക്കിലൂടെ ഉള്ളിലേക്ക് എടുക്കുക.
വളരെ സാവധാനം സമയമെടുത്ത് ചെയ്യേണ്ട മെത്തേഡാണിത്. ശ്വാസം മൂക്കിലൂടെ ഉള്ളിലേക്ക് എടുക്കുക. ഇത്തരത്തിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 10 തവണ വരെ ചെയ്യാവുന്നതാണ്. ശ്വാസം വളരെ സാവധാനം മൂക്കിലൂടെ ഉള്ളിലേക്കെടുത്ത് ഒരു മെഴുകുതിരി ഊതിക്കെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ശൂളമടിക്കുന്ന രീതിയിൽ വായും ചുണ്ടും കൊണ്ടുവന്ന് ഊതാവുന്നതാണ്. നമ്മൾ ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 5 സെക്കൻഡ് നേരം ശ്വാസം പിടിച്ചു നിർത്തുക. ആ സമയം മനസ്സ് നിശ്ചലമാകുന്നത് കാണാം. ശ്വാസം പിടിച്ചു നിർത്തുമ്പോൾ നമ്മുടെ മനസ്സും നിശ്ചലമാകുന്നു. ഈ ബ്രീത്തിങ് ടെക്നിക്കാണ് കാൻഡിൽ ബ്രീത്തിങ് ടെക്നിക്ക്. അടുത്ത നമുക്ക് പ്രാണായാമ തന്നെയാണ്. പ്രാണായാമം നിങ്ങൾക്കെല്ലാം ഒരുപക്ഷെ അറിയുന്ന ടെക്നിക്ക് തന്നെയാണ്. ചൂണ്ടുവിരലും നടുവിരലും നെറ്റിയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. അതിനുശേഷം മോതിരവിരൽ ഇടത് മൂക്കിൻ്റെ ഭാഗത്തും നമ്മുടെ പെരുവിരൽ അല്ലെങ്കിൽ തള്ളവിരൽ വലത് മൂക്കിൻ്റെ ഭാഗത്തും വളരെ സാവധാനം കൊണ്ടുവന്ന് വയ്ക്കുക. പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ചൂണ്ടുവിരലും നടുവിരലും മൂക്കിൻ്റെ മുകളിലായിട്ട് നെറ്റിയുടെ താഴെയായിട്ട് കൊണ്ടുവരിക. നമ്മുടെ മോതിരവിരൽ ഇടത് മൂക്കിലും പെരുവിരൽ വലത് മൂക്കിലും ജസ്റ്റ് കൊണ്ടുവന്നൊന്ന് ടച്ച് ചെയ്ത് വയ്ക്കുക. ഇരുമൂക്കിലൂടെയും ശ്വാസം ഉള്ളിലേക്കെടുത്ത് വലത് മൂക്ക് അടച്ച് ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. മോതിരവിരലും ചൂണ്ടുവിരലും മൂക്കിൻ്റെ മുകളിലായി വെച്ച് റിംഗ് ഫിംഗർ അല്ലെങ്കിൽ റിംഗ് ഫിംഗർ ഇടത് മൂക്കിൻ്റെ അവിടെയും പെരുവിരൽ വലത് മൂക്കിൻ്റെ അവിടെയും വെച്ച് ശ്വാസം രണ്ട് മൂക്കിലൂടെയും ഉള്ളിലേക്കെടുത്ത് വലത് മൂക്കടച്ച് ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും ഇടത് മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്കെടുത്ത് ഇടത് മൂക്കടച്ച് വലത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടാവുന്നതാണ്. ഞാനിപ്പോൾ നിങ്ങളെ അങ്ങനെ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു മെഡിറ്റേഷൻ ഇരുട്ട് മുറിയിൽ കേട്ടുകൊണ്ടിരുന്ന് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പ്രാണായാമ, യോഗിക് പോസ് ആൻഡ് കാൻഡിൽ ഫ്ലോ ടെക്നിക്ക്, ഈ 3 മെത്തേഡും നിങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെയും രാത്രിയും ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഊർജം വർദ്ധിപ്പിക്കുവാനും അമിത ചിന്തയെ കുറയ്ക്കുവാനും ടെൻഷൻ സ്ട്രെസ് കുറയ്ക്കുവാനും ഈ മെത്തേഡ് നിങ്ങളെ സഹായിക്കുന്നു. ഇത് നിങ്ങൾക്ക് 5 മുതൽ 10 വരെ തവണ ഓരോ മെത്തേഡും ചെയ്യാവുന്നതാണ്. ഇനി വരുന്ന മ്യൂസിക് കേട്ടുകൊണ്ട് കണ്ണുകളടച്ച് വളരെ സാവധാനം കണ്ണുകൾ തുറക്കാവുന്നതാണ്. നന്ദി. ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.